Skit 11. ഫാത്തിമ മാതാ കുടുംബ യൂണിറ്റ് അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു വോയിസ് ഓഫ് ജീസസ്. ദൈവം വസിക്കുന്നയിടം സ്വർഗം, ശാന്തം സുന്ദരം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവർ ദൈവത്തോടൊപ്പം വസിക്കുന്നു. ഒരു ദിവസം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. പിശാചെന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന സർവ്വലോകത്തെയും വഴിതെറ്റിക്കുന്ന ഒരു സർപ്പം സ്വർഗത്തിൽ പ്രവേശിച്ചു. മിഖായേലും അവന്റെ ദൂതന്മാരും ആ സർപ്പത്തോട് എതിർത്ത് യുദ്ധം ചെയ്തു. ആ സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ട സർപ്പം ദൈവകൽപ്പനകൾ പാലിക്കുകയും യേശുവിനെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അവൻ ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തെയും ഹവ്വയെയും ദൈവകൽപ്പനകൾ ധിക്കരിക്കുവാൻ പ്രലോഭിപ്പിച്ചു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം ഭക്ഷിച്ചതിനാൽ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ജീവസ്രോതസ്സായ ദൈവത്തിൽ നിന്നും പാപം മൂലം അകന്നുപോയ മനുഷ്യ സമൂഹത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി ദൈവം സാത്താന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു. എങ്കിലും സാത്താൻ തൻ്റെ പ്രവൃത്തികൾ ഇന്നും തുടരുന്നു. ഒരു ദിവസം സാത്താൻ പിശാചുക്കളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി. എന്റെ പ്രിയ കുട്ടിച്ചാത്താന്മാരെ, ഞാൻ ഈ ക്രിസ്ത്യാനികളെ കൊണ്ട് തോറ്റു. ഏതു നേരവും ഈ പള്ളിപ്പോക്കും പ്രാർത്ഥനയും പാട്ടും കുരിശുവരെയും. ഹോ, ഇവറ്റുകൾക്ക് വേറെ പണിയില്ല. എങ്ങനെ നമ്മൾ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും? അതെ അതെ, ഏതു നേരം ഈശോ ഈശോ, കർത്താവ് കർത്താവ്, രക്ഷകൻ രക്ഷൻ. ഹോ, തോറ്റു തൊപ്പിയിട്ടു. നമ്മൾ ഇവറ്റുകളെ ദൈവത്തിൽ നിന്ന് എങ്ങനെ അകറ്റും? 24 hours ബ്രോഡ്ബാൻഡ് കണക്ഷൻ പോലെയാ ഇവറ്റകളും യേശുവും തമ്മിലുള്ള ബന്ധം. നമുക്കിത് തകർക്കണം. ഈ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പൊക്കോട്ടെ, കുർബാനയും കണ്ടോട്ടെ, അവരെ തകർക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് അവരുടെ സമയം മോഷ്ടിക്കാം. ദിവസം 24 hours അവരെ നമ്മുടെ അടിമകളാക്കാം. എങ്ങനെയാണെന്നല്ലേ? നമുക്കവരെ ഏതു നേരവും ബിസി ആക്കിക്കൊണ്ടിരിക്കാം. ബിസി ബിസി ബിസി. അങ്ങനെ അവർക്ക് ഈശോ ആയിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. Yes, it's a good idea. Keep them busy in non-essentials of life. Okay? നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ പ്രവർത്തനം നമുക്ക് സ്ത്രീകളിൽ നിന്ന് തുടങ്ങാം. അവരെ നമുക്ക് ഷോപ്പിങ്ങിനായി പ്രേരിപ്പിക്കാം. ഹസ്ബൻഡുമാരെ ബാങ്ക് ലോണും ക്രെഡിറ്റ് കാർഡും എടുക്കട്ടെ. അടയ്ക്കാൻ പറ്റാതെ വരുമ്പോ ഒക്കെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തോളും. നോക്ക് നോക്ക്, Wow, it's working, yeah? നമുക്ക് സ്ത്രീകളെ നൈറ്റ് ഡ്യൂട്ടിക്കും പുരുഷന്മാരെ ഡേ ഡ്യൂട്ടിക്കും വിടാം. ആഴ്ചയിൽ ദിവസത്തിൽ 12 മണിക്കൂർ ജോലിയെടുത്ത് മരിക്കട്ടെ. അങ്ങനെ അവരുടെ ലൈഫ്
ശൂന്യമായി തീരും. അവർക്ക് ജോലി തിരക്കും ടെൻഷനും പ്രഷറും നൽകി അവരെ അവരുടെ കുട്ടികളിൽ നിന്ന് അകറ്റാം. ഓക്കേ, ലെറ്റ് us try. You are lucky, devil. You are lucky. ടീനേജേഴ്സിനെ വഴിതെറ്റിക്കാൻ വളരെ ഈസിയാ. ടിവിയും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഫേസ്ബുക്കും ട്വിറ്ററും ഉള്ളപ്പോൾ ഇവരെ വഴിതെറ്റിക്കാനാണോ പാട്? യൂട്യൂബിലാണോ ദിനേശ ക്ലിപ്പിംഗ്സിന് പഞ്ഞം? ഈ കുട്ടികൾ എങ്ങനെ വഴിതെറ്റിപ്പിക്കും? നമുക്കവർക്ക് സാന്താക്ലോസിന് കൊടുക്കാം. സാന്താക്ലോസിന്റെ കഥകൾക്കും കളിപ്പാട്ടത്തിനുമിടയിൽ യഥാർത്ഥ ക്രിസ്മസിന് എന്ത് പ്രസക്തി? Dashing through the snow in a one-horse open sleigh. For the family go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. നമുക്ക് അവർക്ക് ഈസ്റ്റർ പണിയെ കൊടുക്കാം. ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും തേ കിടക്കുന്ന നിലത്ത്. What an idea, സർജി. ഈ വചനം പ്രഘോഷിക്കുന്ന അച്ഛന്മാരെ നമ്മൾ എന്ത് ചെയ്യും? അവര് പ്രഘോഷിക്കട്ടെ. അവരുടെ വചനങ്ങൾ ആര് കേൾക്കാൻ? മറ്റുള്ളവരുടെ കുറ്റവും കുശുവും പറഞ്ഞു നടക്കുന്ന ക്രിസ്ത്യാനികൾക്കുണ്ടോ പശ്ചാത്താപം? ഓ, എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. നമ്മുടെ രാജ്യം ഭൂമിയിൽ വന്നിരിക്കുന്നു. സ്നേഹിക്കാൻ ആർക്കും സമയമില്ലാതായിരിക്കുന്നു. എല്ലാവരും ബിസി ആയിരിക്കെ യേശുവിന്റെ ആ സ്വരം, ആ സ്മോൾ വോയിസ് ആര് ശ്രമിക്കാൻ? വരൂ സാധാരണമാരെ, നമുക്ക് ആഘോഷിക്കാം. Busy means being under Satan's yoke. Don't be busy. Listen to the voice of Jesus. സാത്താന്റെ പ്രലോഭനങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ.